പാലിയേക്കര ടോൾ നിർത്തലാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയ മുന്നറിയിപ്പാണ്. ടോൾ നൽകുന്ന യാത്രക്കാരുടെ സൗകര്യമാണ് പ്രധാനമെന്നും കോടതി വ്യക്തമാക്കി. എന്താണ് കോടതി പറഞ്ഞത്? പാലിയേക്കരയിലെ ടോൾ പിരിവിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോടതിയുടെ മുന്നറിയിപ്പ് ഇപ്രകാരമാണ്: ടോൾ നൽകുന്ന യാത്രക്കാരുടെ സൗകര്യമാണ് പ്രധാനം. അതായത് യാത്രക്കാർ ഫസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. തടസ്സം കൂടാതെ പാത ഉപയോഗിക്കാൻ കഴിയണം. ഗതാഗത യോഗ്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടോൾ? ടോളിൽ കാര്യമില്ല. ദേശീയപാത അതോറിറ്റിക്ക് ഗുരുതര അലംഭാവമാണ് എന്നതും കോടതി വിമർശിക്കുകയാണ്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ടോൾ തന്നെ വേണ്ടെന്ന് വെക്കും, ടോൾ നിർത്തലാക്കും എന്നതാണ് കോടതിയുടെ മുന്നറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി പറഞ്ഞത്, മണ്ണുത്തി ഇടപ്പള്ളി ഈ 64.94 കിലോമീറ്ററാണ് യാത്രാ ദൈർഘ്യം. അതിന്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 723.15 കോടിയാണ്. അറ്റകുറ്റപ്പണിക്ക് ചെലവാകുന്നത് 201.81 കോടി രൂപ. ടോൾ റോഡ് പ്രവർത്തന ചെലവ് 225 കോടി 70 ലക്ഷം രൂപ. മറ്റ് ധനകാര്യ ചാർജുകൾ 678.55 കോടി. ഇതാണ് ടോൾ പ്ലാസയുടെ ഭാഗത്ത് നിന്ന് എന്തിനാണ് ഈ ടോൾ പിരിവ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മുന്നിലേക്ക് വയ്ക്കുന്ന കണക്കിതാണ്. ഇനിയിപ്പോൾ പിരിച്ചു തുടങ്ങിയത് എന്നാണെന്ന് നോക്കൂ. ടോൾ പിരിവ് തുടങ്ങിയത് 2012 ഫെബ്രുവരി 9-നാണ്. 2025 ഫെബ്രുവരി വരെ പിരിച്ചെടുത്ത തുക കൂടി നോക്കൂ. ചെലവായ തുകയുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. 1535 കോടി രൂപ ഇതുവരെ പിരിച്ചു കഴിഞ്ഞു. നിലവിൽ 2028 വരെ 3 വർഷം കൂടി ടോൾ പിരിക്കാനായിട്ടുള്ള അനുമതിയുണ്ട്. കരാർ ലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴ എന്ന് പറയുന്നത് 2245 കോടിയാണ്. ഇതാണ് പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട കണക്കുകൾ, കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ അലംഭാവം ഉണ്ടാകാതെ തന്നെ വേണം എന്ന കാര്യം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതാണ് പാലിയേക്കര ടോൾ ഇല്ലായെങ്കിൽ നിർത്തലാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.